നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമാകുകയാണ്. ശക്തമായ പൊടിക്കാറ്റ് വീശിയത് വിമാന സർവീസുകളെയും ബാധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചു. നിലവിൽ 50 കിലോമീറ്ററിലധികം വേഗതയിലാണ് പൊടിക്കാറ്റ് വീശുന്നത്. ഈ സാഹചര്യത്തിൽ ദൂരക്കാഴ്ച വളരെ കുറവാണ്. വിമാന സർവീസുകൾ നിർത്തിവെച്ചതായി അധികൃതർ അറിയിക്കുകയായിരുന്നു. നിലവിലെ കാലാവസ്ഥ വിമാന സർവീസുകളെ ബാധിച്ചതായി സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ എയർ നാവിഗേഷൻ സർവീസസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഇമാദ് അൽ ജലവി പറഞ്ഞു. ഫ്ലൈറ്റ് സർവീസുകളുടെ ഷെഡ്യൂൾ അവലോകനം ചെയ്യുമെന്നും ദൃശ്യപരിധി മെച്ചപ്പെട്ടാൽ വ്യോമയാനം പുനരാരംഭിക്കുമെന്നും അൽ ജലവി വ്യക്തമാക്കി. മാത്രമല്ല, കുവൈത്തിൽ അസ്ഥിര കാലാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ചൊവ്വാഴ്ച സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രാലയം. സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്ക് അവധിയായിരിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസമായി കനത്ത ചൂടിൽ വെന്തുരുകുകയാണ് മസ്കറ്റ് അടക്കമുള്ള വിവിധ ഗവർണറേറ്റുകൾ. പലയിടത്തും 40 മുതൽ 50 ഡിഗ്രി സെൽഷ്യസിന് ഇടയിലാണ് താപനില. വരും ദിവസങ്ങളിൽ ചില ഗവർണറേറ്റുകളിൽ താപനില ഉയരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. രാജ്യത്ത് പൊള്ളുന്ന ചൂട് തുടങ്ങിയത് പുറത്തു ജോലി ചെയ്യുന്ന തൊഴിലാളികളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. കോവിഡിന്റെ പിടിയിൽ അമർന്നതിനാൽ കഴിഞ്ഞ 2 വർഷവും വേണ്ടത്ര പണി ലഭിക്കാത്തതുമൂലം തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് കടങ്ങൾ കുമിഞ്ഞുകൂടി. ഇത് വീട്ടണമെങ്കിൽ കനത്ത വെയിലിലും ജോലിയെടുത്താലേ സാധിക്കുകയുള്ളൂ എന്നാണ് പുറത്തു ജോലി ചെയ്യുന്ന തൊഴിലാളികളിൽ പലരും പറയുന്നത്. തൊഴിലാളികളുടെ ആരോഗ്യവും സുരക്ഷയും പരിഗണിച്ച് തൊഴിൽ മന്ത്രാലയം ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ മധ്യാഹ്ന വിശ്രമം നൽകാറുണ്ട്. ഇതുമൂലം 12:30 മുതൽ 3:30 ഇടയിൽ ജോലികൾ നിർത്തിവെക്കുന്നത് നിർമ്മാണ മേഖലയിലടക്കം പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വലിയൊരു ആശ്വാസമാണ്. മധ്യാഹ്ന അവധിക്ക് ഇനി 2 ആഴ്ച കൂടി ശേഷിക്കുന്നുണ്ട്. അതിനാൽ കനത്ത ചൂട് കണക്കിലെടുത്ത മധ്യാഹ്ന ഇടവേള നേരത്തെ നൽകണമെന്നാണ് പല തൊഴിലാളികളും പറയുന്നത്. മിക്ക കമ്പനികളും അനുവദിച്ചു നൽകാറുണ്ടെങ്കിലും ചില കമ്പനികൾ ഇത്തരം നിയമങ്ങൾ പാലിക്കാൻ പലപ്പോഴും തയ്യാറാകാറില്ല. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കനത്ത പിഴ ചുമത്തുന്നതടക്കമുള്ള നടപടികളുമായി അധികൃതർ രംഗത്തെത്താറുണ്ട്. ഖത്തറിലും അന്തരീക്ഷ താപനില ഉയരുകയാണ്. ഈ സാഹചര്യം മുന്നിൽ കണ്ട് തൊഴിലിടങ്ങളിൽ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഖത്തർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ തൊഴിലുടമകളും തൊഴിലിടങ്ങളിൽ പ്രത്യേകിച്ചും നിർമ്മാണ മേഖലയിൽ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ പാലിക്കണമെന്ന് ഖത്തർ തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിച്ചു. വേനൽ കടുക്കുന്ന ജൂൺ 1 മുതൽ സെപ്റ്റംബർ 15 വരെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ഉച്ചവിശ്രമ നിയമവും നടപ്പാക്കുന്നുണ്ട്. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3:30 വരെ പുറം തൊഴിലാളികൾക്ക് വിലക്കേർപ്പെടുത്തുന്നതാണ് ഉച്ചവിശ്രമ നിയമം. കഴിഞ്ഞ വർഷം മുതൽ ഉച്ചവിശ്രമ സമയത്തിന്റെ ദൈർഘ്യവും നീട്ടിയിട്ടുണ്ട്. കൂടാതെ കാറ്റിന്റെ വേഗം അളക്കാനുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാനും കനത്ത കാറ്റുള്ളപ്പോൾ ക്രെയിനുകളുടെ പ്രവർത്തനം നിർത്തിവെക്കാനും മന്ത്രാലയം കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കമ്പനികൾ, തൊഴിലിടങ്ങൾ എന്നിവിടങ്ങളിൽ സുരക്ഷാ നടപടികൾ പാലിക്കുന്നുണ്ടോ എന്ന് അറിയാൻ കർശന പരിശോധന നടത്താനും അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.